അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഇബ്ലീസ യളഉ അർശുഹു അലൽ മാ. അഥവാ ഇബ്ലീസിൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മുകളിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ഓരോ മനുഷ്യരെയും വഴിപിഴപ്പിക്കാൻ വേണ്ടി അവൻ്റെ കൂട്ടാളികളായ ആളുകളെ പറഞ്ഞയക്കും. ഓരോ ആളുകളും അവർ വ്യത്യസ്ത ജനങ്ങളുടെ അരികിലേക്ക് ചെന്ന് ആളുകളെ വഴിപിഴപ്പിച്ച് പിന്നീട് ഇബ്ലീസിനോട് വന്ന് പറയും ഓരോരുത്തരും ചെയ്ത പ്രവർത്തനം എന്താണെന്ന്. അങ്ങനെ പല ആളുകളും വന്നിട്ട് ഫയഖൂലു ഫഅൽതു കദാ വകദാ ഫയഖൂലു മാ സനഅത ശൈഅൻ. അഥവാ ചില ആളുകൾ പറയും ഞാൻ ഇന്ന പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, അഥവാ ഒരാളെ കൊണ്ട് വ്യഭിചാരം എന്ന പാപം ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വേറെ ചില ആളുകൾ പറയും ഒരാളെ കൊണ്ട് മദ്യപാനം ഞാൻ തുടങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പല പിശാചിൻ്റെ കൂട്ടാളികൾ വന്ന് ഇബ്ലീസിനോട് പറയുന്ന സമയത്ത് ഇബ്ലീസ് അവരോട് പറയും മാ സനഅത ശൈഅൻ, നീ ഒന്നും ചെയ്തിട്ടില്ല, നീ വലിയ നേട്ടമുള്ള ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാവരും പറയുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയും ഫയഖൂലു മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതി, ഞാനൊരു ഭർത്താവിനെയും ഭാര്യയെയും
അവർ പരസ്പരം വേർപിരിയുന്നത് വരെ അവരുടെ പിന്നാലെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ അവർ വേർപിരിയുന്നത് വരെ ഞാൻ അവരുടെ വിഷയത്തിൽ വസ്വാസ് ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവസാനം അവർ രണ്ടുപേരും ത്വലാഖായി. ഇതൊരാൾ വന്നിട്ട് ഇബ്ലീസിനോട് പറയുന്ന സമയത്ത് ഇബ്ലീസ് അവൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നൊരു വാക്കാണ് നിഅ്മ അൻത, നീയാണ് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്തത്. അഥവാ വ്യഭിചാരം നടത്തി, കള്ളു കുടിച്ചു, മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞ് ശൈത്താന്മാർ വന്ന് ഇബ്ലീസിനോട് പറയുമ്പോൾ ഇബ്ലീസ് പറയും, നീ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഭാര്യയെയും ഭർത്താവിനെയും പരസ്പരം വേർപിരിച്ചു എന്ന് പറയുമ്പോൾ ഇബ്ലീസ് പറയുന്ന വാക്കെന്താണ്? നീയാണ് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്തത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. വീട് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. വാഹനം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. സമ്പത്തും ആരോഗ്യം എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നാണ് കുടുംബം എന്നുള്ളത്. കുടുംബത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബം എന്ന സംവിധാനത്തോട് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് കേരളീയരായ നമ്മൾ ഓരോരുത്തരും. കേരളത്തിൻ്റെ ദേശീയ പക്ഷിയായിക്കൊണ്ട് തെരഞ്ഞെടുത്തത് വേഴാമ്പലിനെയാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും അത്രത്തോളം കണ്ടുവരുന്നൊരു പക്ഷിയല്ല വേഴാമ്പൽ. എന്നാൽ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയായിക്കൊണ്ട് തെരഞ്ഞെടുത്തത് വേഴാമ്പലിനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് വേഴാമ്പലിനെ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുക്കാനുള്ള കാരണം? അഥവാ കുടുംബം എന്ന സംവിധാനത്തോട് പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പൽ എന്നുള്ളത്. അഥവാ പെൺവേഴാമ്പൽ പ്രജനനത്തിന് വേണ്ടി മുട്ട വിരിയിപ്പിക്കാൻ വേണ്ടി കൂട്ടിലിരിക്കുമ്പോൾ ഭക്ഷണം തേടി ആൺവേഴാമ്പൽ പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് പോകുന്ന സമയത്ത് പെൺവേഴാമ്പലും അതിൻ്റെ കുഞ്ഞുങ്ങളും ഇരിക്കുന്ന കൂട് ഭദ്രമായി ആൺവേഴാമ്പൽ അടക്കും. ചെറിയ ചില്ലകൾ കൊണ്ട്, അതേപോലെ തന്നെ ഇലകൾ കൊണ്ട്, കൊമ്പുകൾ കൊണ്ടെല്ലാം ആ കൂട് ഭദ്രമായി കൊണ്ട് അടക്കും. ഭദ്രമായി അടച്ച് ഒരു ചെറിയൊരു ഹോള് മാത്രം, ഒരു ദ്വാരം മാത്രം ഇടും. എന്നിട്ട് ഈ ദ്വാരത്തിലൂടെ ആയിരിക്കും ആൺവേഴാമ്പൽ പെൺവേഴാമ്പലിന് വേണ്ട ഭക്ഷണം കൊടുക്കുക. ഈ ആൺവേഴാമ്പൽ ഭക്ഷണം തേടിയുള്ള യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് മരണപ്പെട്ടു പോയാലും പെൺവേഴാമ്പലിൻ്റെ കുഞ്ഞുങ്ങളോ പുറത്തേക്ക് വരില്ല. അപ്പം അതിൻ്റെ പെൺവേഴാമ്പലിൻ്റെ കൊക്ക് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുഖം കൊണ്ടൊന്ന് കൊത്തിയാൽ തീരാവുന്ന രൂപത്തിൽ ലോലമാണ് ആ കൂടിൻ്റെ അറ്റം എന്നുള്ളത്. പക്ഷെ എന്നാലും ആൺവേഴാമ്പലില്ലാത്ത ലോകത്തേക്ക് പെൺവേഴാമ്പൽ എന്ത് ചെയ്യില്ല, പിന്നീട് വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുടുംബം എന്ന സംവിധാനത്തോട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കേരളീയരായ നമ്മൾ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയായിക്കൊണ്ട് വേഴാമ്പലിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അതിനാൽ സഹോദരി സഹോദരന്മാരെ, സമാധാനപരമായ ഒരു കുടുംബ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു സമാധാനപരമായ ഒരു കുടുംബ ജീവിതം ഉണ്ടാകണം. എന്നാൽ വിശ്വാസികളായ ആളുകളിൽ പോലും അവർ സംസാരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ്, എന്താണെന്നറിയില്ല, കുടുംബ ജീവിതത്തിൽ ഒരു സമാധാനമില്ല, എന്നും പ്രശ്നങ്ങളാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും മാസം വലിയ റിയാലുകൾ, ആ മനുഷ്യൻ ആയിരക്കണക്കിന് റിയാലുകൾ അയാളുടെ ബാങ്കിലേക്ക് വരുന്നുണ്ട്. നാട്ടിൽ ഒരുപാട് തോട്ടങ്ങളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ എന്നും കലഹങ്ങളാണ്, എന്നും പ്രശ്നങ്ങളാണ്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇന്ന് കുടുംബ മേഖലയിൽ കൗൺസിലിംഗ് നടത്തുന്ന ആളുകളുടെ മുമ്പിൽ ആളുകൾ ക്യൂ നിൽക്കുകയാണ് അവരുടെ പ്രശ്നം പറയാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ അപാരമായി തൗഫീഖ് കൊണ്ട് എൻ്റെ സഹോദരൻ ഈ മേഖലയിൽ, കൗൺസിലിംഗ് മേഖലയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം ഈ കഴിഞ്ഞ ലീവിന് നാട്ടിലേക്ക് പോയ സമയത്ത് കാക്കാനോട് ഈ വിഷയം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരൻ പറഞ്ഞൊരു അനുഭവമാണ്. ഏകദേശം ഓരോ ദിവസവും 2-3 കുടുംബങ്ങൾ കാക്കാനോട് ഈ വിഷയത്തിൽ കൗൺസിലിങ്ങിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അത് വരുന്നത് ചില ആളുകൾ ചിലപ്പോൾ കാസർഗോഡ് നിന്നായിരിക്കും, ചില ആളുകൾ കൊച്ചിയിൽ നിന്നായിരിക്കും. ഇത് വരുന്ന ആളുകൾ ആരൊക്കെയാണ്? ഗവൺമെൻറ് മേഖലകളിൽ ഒരുപാട് ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, കച്ചവട മേഖലകളിൽ ഒരുപാട് സമ്പത്ത് സമ്പാദിച്ച ആളുകൾ, എല്ലാം ഉണ്ട് അവർക്ക്. പക്ഷേ കുടുംബജീവിതം അവർക്ക് തകർന്നിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ അവർ പാടെ പിന്നോക്കമാണ്.
അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി പല ആളുകളും വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബജീവിതം എത്രത്തോളം സുന്ദരമാണ് എന്നുള്ളത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആലോചിക്കുക എന്നുള്ളതാണ്. ഓരോ കുടുംബജീവിതത്തിലും സൗന്ദര്യ പിണക്കങ്ങൾ എന്നുള്ളത് അത് സ്വാഭാവികമാണ്. സൗന്ദര്യ പിണക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സഹജമാണ്. എല്ലാവരുടെ കുടുംബജീവിതത്തിലും ചെറിയ രൂപത്തിലെങ്കിലും ഉണ്ടാകും. എന്നാൽ ആ സൗന്ദര്യ പിണക്കങ്ങൾ അധികരിച്ച് കുടുംബ കലഹങ്ങളിലേക്കും വിവാഹമോചനത്തിലേക്കും പോകുന്ന വാർത്തകളാണ് ദിനം പ്രതി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ലീവിന് പോയ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ അമ്മായിൻ്റെ മോളെ അല്ലെങ്കിൽ അമ്മാവൻ്റെ മോളൊക്കെ കല്യാണത്തിന് വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണ് നാം പോയത്. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നാം വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഉമ്മാനെ വിളിച്ച സമയത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ട്, അവൾ തൊലാക്കായിട്ടുണ്ട് കേട്ടോ, അവൾ വിവാഹമോചനായിട്ടുണ്ട്. ചെറിയ നിസാരമായ കാര്യത്തിൻ്റെ പേരിലാണ് ഇന്ന് വിവാഹമോചനം തൊലാക്ക് എന്നുള്ളത്. അത് നിസാരമായ കാര്യങ്ങളുടെ പേരിൽ ആകുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിൽ സുദീർഘമായി കൊണ്ട് നാം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ വിഷയം എന്താണെന്നറിയോ? എന്തിനാണ് നാം വിവാഹം ചെയ്തത് എന്ന് പലപ്പോഴും ആളുകൾ വിസ്മരിച്ചു പോവുകയാണ്. പല ആളുകളും വിവാഹം ചെയ്യുന്നത് എന്തിനാ? ചില ആളുകൾ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടാണ്. ചില ആളുകൾ മറ്റു ചില മാനസികവും ശാരീരികപരമായ സുഖത്തിന് വേണ്ടിയിട്ടാണ്. വേറെ ചില ആളുകൾ പുതുതലമുറ ഉണ്ടാക്കാൻ വേണ്ടി, മക്കളെ ഉണ്ടാക്കാൻ വേണ്ടി വിവാഹം ചെയ്യുന്ന ആളുകൾ. വേറെ ചില ആളുകൾ, എൻ്റെ വാപ്പയും എൻ്റെ സഹോദരനും എൻ്റെ കുടുംബത്തിലെ ആളുകളും എല്ലാ ആളുകളും കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമ്പ്രദായം എന്ന രൂപത്തിൽ, എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു ആചാരം എന്ന രൂപത്തിൽ വിവാഹം നടത്തുന്ന ആളുകളൊക്കെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിവാഹത്തിൻ്റെ ലക്ഷ്യം, അതുകൊണ്ടുള്ള യഥാർത്ഥമായ ലക്ഷ്യം പലപ്പോഴും ആളുകൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ രൂപത്തിലൊക്കെ ലക്ഷ്യം വെച്ച് കല്യാണം കഴിക്കുന്ന ആളുകൾക്കൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കുടുംബജീവിതം ആകെ തകരുകയാണ്. ഒരു മനുഷ്യൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കല്യാണം കഴിച്ചതെങ്കിൽ കല്യാണത്തിന് ശേഷം അയാൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതം തകർന്നു. ഒരു മനുഷ്യൻ ഈ രൂപത്തിൽ ആഗ്രഹം വെച്ച് തൻ്റെ ഇണയിൽ നിന്ന് അയാൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ സ്നേഹവും സംതൃപ്തിയും അയാൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അയാളുടെ കുടുംബജീവിതം തകരുകയാണ്. അപ്പോൾ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ വിവാഹത്തിൻ്റെ ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കണം. ഓരോ വിശ്വാസിയും വിവാഹം കഴിക്കേണ്ടത് എന്തിനാണ്? തൻ്റെ റബ്ബിനെ മനസ്സിലാക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് റൂമിൻ്റെ 21-ാമത്തെ ആയത്തിൽ പറയാണ്, വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അഥവാ ലോകത്തൊരു സൃഷ്ടാവുണ്ട്, ലോകത്തിനൊരു റബ്ബുണ്ട് എന്നുള്ളതിനുള്ള തെളിവിൽപ്പെട്ടതാണ്, ആയത്തിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നാം ഇണകളെ നൽകി എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ നൽകി എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. എന്തിനാണ് വിവാഹം? അള്ളാഹു പറയാണ്, ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ്റെ ഏതൊരു മനുഷ്യനും സമാധാനം ആഗ്രഹിച്ചുകൊണ്ട്, സ്വസ്ഥത ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലാനുള്ള ഇടമാണ് അയാളുടെ ഇണ എന്നുള്ളത്. ഏത് പ്രയാസങ്ങളിലും ആശ്വാസം കണ്ടെത്താൻ അയാളുടെ ഭാര്യയിൽ അയാൾക്ക് കഴിയണം എന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുമ്പോൾ താങ്ങും തണലുമായി അയാളുടെ കൂടെ ഉണ്ടാകേണ്ടത് ഭാര്യയായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി എങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീൻ്റെ ആരംഭത്തിൽ ആദ്യം പ്രവാചകൻ ചില സ്വപ്നങ്ങളാണ് കാണുന്നത്. ആ സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് അതേപോലെ പിറ്റേ ദിവസം പുലരുന്ന അവസ്ഥയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അങ്ങനെ അതിങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി. പിന്നെ 6 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുൻ നൂറിലേക്ക് പോകുകയാണ്. അഥവാ ആദ്യം ജബലുൻ നൂറിൽ പോകും, കുറച്ച് ദിവസം താമസിക്കും, പിന്നീട് മക്കയിലേക്ക് വരും. വീണ്ടും കുറച്ച് ദിവസം പ്രവാചകൻ ജബലുൻ നൂറിൽ പോയി താമസിക്കും, വീണ്ടും വരും. അങ്ങനെ 6 മാസത്തോളം ഇതിങ്ങനെ തുടരുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഭക്ഷണ പാനീയങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ആരാ? ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അഥവാ ഇന്ന് സഫാ മറുവല്ലേ, ആ മറുവയിൽ നിന്ന് നമ്മൾ സഈ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ടായിരുന്നത്. ആ ഭാഗത്ത് നിന്ന് ഖദീജ ബീവി ജബലുൻ നൂർ അല്ലെങ്കിൽ ജബലുൽ ഖുർആൻ എന്ന് പറയുന്ന മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ചെന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട ഭക്ഷണ പാനീയങ്ങളെല്ലാം നൽകും.
എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മലക്ക് ജിബ്രീലിനെ കാണുന്നത്. നമുക്കൊക്കെ അറിയുന്ന ചരിത്രം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മലക്കിനെ കണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് ആദ്യം ഓടി വരുന്നത് ആരരികിലേക്കാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 42 കൊല്ലം സംരക്ഷണം നൽകിയ അബൂ താലിബിൻ്റെ വീട്ടിലേക്കല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പം മുതൽ നബിയുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കല്ല ആദ്യം ഓടി വന്നത്. ആദ്യം വന്നത് ആരുടെ അരികിലേക്കാ? മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്കാണ്. സമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ പുതപ്പിട്ട് മൂട്. ആ രംഗം കാണുന്ന ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. നബിയെ, നിങ്ങൾ തോന്നുന്ന സമയത്ത് ജബൽ നൂറിൻ്റെ മലയിലേക്ക് കയറി ചൊല്ലും, എന്നെയും മക്കളെയും ഒന്നും നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഒരു വാക്ക് പോലും ഖദീജ ബീവി ആക്ഷേപിച്ചിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ആ സമയത്ത് പറഞ്ഞ വാക്കെന്താണ്? കല്ലാ അബ്ശിർ ഫവല്ലാഹി മാ യുഖ്സികല്ലാഹു അബദ. ഇല്ല നബിയെ, അള്ളാഹു താങ്കളെ പ്രയാസപ്പെടുത്തുകയില്ല, ഇല്ല, അള്ളാഹു താങ്കളെ ബുദ്ധിമുട്ടിക്കുകയില്ല. എന്നിട്ട് പ്രവാചകന്റെ ചില വിശേഷണങ്ങൾ പറയാണ്. താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, കാലവിപത്ത് സംഭവിച്ച ആളുകളെ സഹായിക്കുന്ന ആളാണ്, അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്. ഇല്ല, താങ്കൾ അള്ളാഹു പ്രയാസപ്പെടുത്തുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിൻ്റെ മരണത്തിന് ശേഷവും പലപ്പോഴായിക്കൊണ്ട് പറയുന്നൊരു വാക്കാണ് എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ. ഇടയ്ക്കിടയ്ക്ക് നബി ഇങ്ങനെ പറയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഖദീജയോട് എനിക്ക് തോന്നിയ ഈർഷ്യത, ആ ദേഷ്യല്ലേ, വേറൊരു ഭാര്യമാരോടും എനിക്ക് തോന്നിയിട്ടില്ല. ആരാ പറയണത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. എന്നിട്ട് ആയിഷ ബീബി വീണ്ടും പറയാണ്, വമാ റഅയ്തുഹാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തവണ പോലും ഖദീജ ബീബിയെ ഞാൻ കണ്ടിട്ടില്ല. വലാകിൻ, പക്ഷേ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹ, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീബിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഒരു ദിവസം അതേപോലെ തന്നെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആടിനെ കറുത്താലേ അതിൽ നിന്നുള്ള നല്ല ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? ഖദീജ ബീവിൻ്റെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, കഅന്നഹു ലം യകുൻ ഫിദ്ദുനിയ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, നബിയെ, ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറെ പെണ്ണൊന്നില്ലേ? ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറെ പെണ്ണൊന്നുമില്ലേ നബിയെ? നിങ്ങൾക്ക് വേറെ എത്ര ഭാര്യമാരുണ്ട്? അവരൊന്നും താങ്കൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്താണ് നബിയെ ഖദീജക്കുള്ള പ്രത്യേകത? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ ഇന്നഹാ കാനത് വകാനത് വകാന ലി മിൻഹാ വലദുൻ. ആയിഷ, ഖദീജ ഇങ്ങനെ ആയിരുന്നു, ആയിഷ ഖദീജ അങ്ങനെ ആയിരുന്നു, ഖദീജയിലാണ് എനിക്ക് മക്കളുണ്ടായത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മഹത്വം ഇങ്ങനെ പറയാണ്. മറ്റൊരു റിവായത്തിൽ കാണാൻ കഴിയും, ഞാൻ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ പല ആളുകളും എന്നെ ഒറ്റപ്പെടുത്തി. അന്ന് എന്നിൽ ആദ്യമായി കൊണ്ട് വിശ്വസിച്ചത് എൻ്റെ ഖദീജയാണ്. ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ പല ആളുകളും എന്നെ ആട്ടി അകറ്റിയിട്ടുണ്ട്. അന്ന് എനിക്ക് താങ്ങും തണലായി നിന്നത് എൻ്റെ ഖദീജയാണ്. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ സമ്പത്ത് പല ആളുകളും എനിക്ക് തടഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്കെല്ലാം നൽകിയത് എൻ്റെ ഖദീജയാണ്. എൻ്റെ ഖദീജയെ പോലെ എൻ്റെ ഖദീജ മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പുരുഷൻ ഒരു ഭർത്താവിന് പ്രയാസമുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ താങ്ങും തണലുമായി നിൽക്കേണ്ടത് അയാളുടെ ഭാര്യയായിരിക്കണം. അതിനാണ് വിവാഹം എന്നുള്ളതാണ് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ഒരു ഭാര്യയുടെ പ്രധാന ഉത്തരവാദിത്വം എന്താണെന്നറിയോ? ഭർത്താവിൻ്റെ മനസ്സിന് സമാധാനം നൽകുക എന്നുള്ളതാണ്. 24 മണിക്കൂറും കുറ്റപ്പെടുത്തുന്ന, 24 മണിക്കൂറും ഭർത്താവിനെ ശപിക്കുന്ന ആളുകളാകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ സ്ത്രീകളോട് പറയാണ്, യാ മഅ്ശറൻ നിസാ, സ്ത്രീകളെ, ഫഇന്നി ഉരീതുകുന്ന അക്സറ മിൻ അഹ്ലിന്നാർ, ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ്. നരകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. അപ്പോൾ എന്താണ് നബി അതിനുള്ള കാരണമെന്ന് ആ സ്ത്രീകൾ ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ പ്രത്യേകത എന്താണ്? തുക്സിർന ലഅന വതുക്ഫിർന അൽഅശീറ, നിങ്ങൾ ധാരാളം ശപിക്കുന്ന ആളുകളാണ്, അതേപോലെ തന്നെ തൻ്റെ ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്ന ആളാണ്.
എല്ലാം ചെയ്തിട്ട് അവസാനം ഒന്ന് മാത്രം ഒന്ന് കുറഞ്ഞാൽ അവൾ പറയുന്നൊരു വാക്കാണ് മറായിതു മിൻക ഖൈറൻ ഖത്തുൻ, നിങ്ങൾ ഒരു നന്മ ഞാൻ കാണുന്നില്ല, നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിലേക്ക് സ്ത്രീകൾ കൂടുതൽ പോകാനുള്ള കാരണം ഒന്ന്, അവർ കൂടുതൽ ശപിക്കും. അതേപോലെ തന്നെ ഭർത്താവിനോട് നന്ദിയില്ലാത്തവരാണ്. എന്തെന്നെ ചെയ്താലും ഒന്ന് കുറഞ്ഞാൽ ആ വിഷയത്തിൽ ഭർത്താവിനോട് നന്ദി കെട്ടവരാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഭർത്താക്കന്മാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ പറയാണ്, വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ നൽകി എന്നുള്ളതാണ്. അള്ളാഹു എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അഥവാ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ വർഗത്തിൽ നിന്ന് തന്നെയാണ് ഇണകളെ സ്വീകരിക്കുക. ഒരു കുതിര അത് ഇണയായി കൊണ്ട് സ്വീകരിക്കുന്നത് കുതിരനെ തന്നെയാണ്. ഒരു പൂച്ച അതിൻ്റെ ഇണയായി സ്വീകരിക്കുന്നത് പൂച്ചയെ തന്നെയാണ്. ഒരു കോഴി അതിൻ്റെ ഇണയായി സ്വീകരിക്കുന്നത് കോഴിയെ തന്നെയാണ്. എന്നാൽ ആയത്തിൽ അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ ഞാൻ നൽകി എന്നുള്ളതാണ്. എന്താ അതിനുള്ള കാരണം എന്നറിയൂ? പണ്ഡിതന്മാർ പറയാണ്, നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളുടെ അരികിലേക്ക് വരാൻ പോകുന്നതും ഒരു മനുഷ്യയാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഭർത്താക്കന്മാരോടാണ്, നിങ്ങൾ മറക്കാൻ പാടില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ സങ്കടങ്ങളുള്ള, നിങ്ങളെപ്പോലെ തന്നെ സ്വപ്നങ്ങളുള്ള, നിങ്ങളെപ്പോലെ തന്നെ ദേഷ്യമുള്ള, നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹമുള്ള ഒരു പച്ചയായ മനുഷ്യയാണ് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ പറയാനുള്ള കാരണമെന്നാണ് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചതെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ സൗന്ദര്യ പിണക്കങ്ങൾ വലിയ കുടുംബ കലഹങ്ങളിലേക്കും വിവാഹമോചനത്തിലേക്കും മാറാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? ഇണകളെ സ്വീകരിക്കുന്ന വിഷയത്തിലുള്ള മാനദണ്ഡമാണ്. ഇന്ന് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അവര് ഇണകളെ സ്വീകരിക്കുന്ന സമയത്ത് പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ? ധാരാളം സമ്പത്ത് നോക്കിയിട്ടാണ്. നല്ല പണമുള്ള വീട്ടിൽ പോയി കല്യാണം കഴിക്കും. കുടുംബ മഹിമ നോക്കിയിട്ട്, ഇന്നാലിന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പെങ്ങളുടെ മോളാണ്, ഇന്നാലിന്ന കച്ചവടക്കാരൻ്റെ മകളുടെ മോളാണ്, അങ്ങനെ കുടുംബ മഹിമ നോക്കിക്കൊണ്ട് ആളുകളുടെ പേര് നോക്കി കല്യാണം കഴിക്കുന്ന ആളുകൾ. അതല്ലെങ്കിൽ ഭംഗി നോക്കി, നല്ല സൗന്ദര്യമുള്ള പുരുഷനാണെങ്കിൽ, നല്ല സൗന്ദര്യമുള്ള പെണ്ണാണെങ്കിൽ ആ വിഷയത്തിൽ കല്യാണം കഴിക്കുന്ന ആളുകൾ. പലരും വിവാഹം ആലോചിക്കുന്ന സമയത്ത് ചോദിക്കണത് എന്താണെന്ന് പറയുക? ആദ്യം ചോദിക്കണത് അവൻ്റെ ജോലി എന്താണ്, അവൻ എത്ര ശമ്പളമുണ്ട്, അവൻ താമസിക്കുന്നത് സ്വന്തം വീട്ടിലാണോ വാടക വീട്ടിലാണോ, ഇതൊന്നും നോക്കണ്ടെന്നല്ല, ഇതൊക്കെ നോക്കാം. അപ്പോൾ ഒരു വാപ്പയാണെങ്കിൽ മോളെ കെട്ടിക്കുന്ന സമയത്ത് സ്വാഭാവികമാണ് ഇതൊക്കെ നോക്കും. പക്ഷെ അതിനേക്കാൾ അപ്പുറം അവൻ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു മനസ്സ് അവനുണ്ടോ, കൃത്യമായിക്കൊണ്ട് 5 വക്കത്ത് നിസ്കരിക്കുന്നുണ്ടോ, അത് മോളെ കല്യാണമാകട്ടെ മോൻ്റെ കല്യാണമാകട്ടെ, ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഖുർആൻ പാരായണം അവരുടെ ജീവിതത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 4 കാര്യങ്ങൾക്കാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക. 1 ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ. 1 അവരുടെ സ്വത്ത് നോക്കി, 2 അവരുടെ കുടുംബം നോക്കി, കുലീനത നോക്കി, 3 സൗന്ദര്യം നോക്കി, 4 മതനിഷ്ഠ നോക്കിക്കൊണ്ട്. നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ദീനിനായിരിക്കണം. ബാക്കിയുള്ളതൊക്കെ ഇന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാകണമെന്നില്ല. വലിയ സമ്പത്തുള്ള ആളുകളായിരിക്കും, ഒരു ചെറിയൊരു പ്രയാസം വന്നാൽ മതി എല്ലാം അങ്ങോട്ട് തകരും. നല്ല സൗന്ദര്യമുള്ള പുരുഷനായിരിക്കും, സ്ത്രീ ആയിരിക്കും, ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് വരുമ്പോഴേക്ക് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു വിശ്വാസി പ്രാധാന്യം കൊടുക്കേണ്ടത് ദീനിനായിരിക്കണം. ഞാൻ ജാമിയൽ ഹിന്ദിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയിലും ഖുതുബ നടത്തിയിരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരുമിച്ചാണ് ജാമ്യയിൽ നിന്ന് ഇറങ്ങുക. അവൻ മഞ്ചേരി ഭാഗത്തേക്ക് ഖുതുബക്ക് പോകും, ഞാൻ കൂട്ടിലങ്ങാടി ഭാഗത്തേക്കും പോകും. അങ്ങനെ ഖുതുബ കഴിഞ്ഞ് നേരെ തിരിച്ച് ആദ്യം മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഞാൻ വന്നിറങ്ങും. അവൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. അവന് കുറച്ച് സമയം എടുക്കാറുണ്ട്. അപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ എപ്പോഴും ഞാനിങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും പോയിരിക്കും. അങ്ങനെ ഇരുന്ന് അതേ ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ സഹോദരൻ പറഞ്ഞതാണ്, ഉസ്താദേ, ഞാൻ കല്യാണം കഴിച്ചത് ഈ നാട്ടിൽ അറിയപ്പെട്ട കുടുംബത്തിലൊരു പെണ്ണിനെയാണ്. കാരണം നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ നല്ല സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ സഹോദരൻ പറയാണ്, ഒരു ഹർത്താൽ വന്നാൽ പോലും ഞാൻ എൻ്റെ വീട്ടിൽ പോകാറില്ല, വീട്ടിലിരിക്കാറില്ല. ഹർത്താൽ വന്നാൽ പോലും ഞാനിവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാകും. എന്താ കാരണം എന്നറിയോ? ഞാൻ എങ്ങാനും ആ വീട്ടിലിരുന്നാൽ ഞാൻ അവളെ തൊലാക്ക് ചൊല്ലുമോ എന്നുള്ള പേടിയാണ്. രാവിലെ സുബഹിൻ്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്യും? കടയിൽ തുറക്കും. എന്നിട്ട് എല്ലാവരും ഉറങ്ങിയിട്ട് രാത്രിയാണ് ഞാൻ തിരിച്ചു പോവുക. കാരണം എനിക്ക് പേടിയാണ്. അവളുടെ നാവ് അത്രത്തോളം മോശമാണ് ഉസ്താദ്. നല്ല സമ്പത്തുണ്ട്, നല്ല കുടുംബ മഹിമ ഉണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നാവ് ശരിയല്ല എന്നുള്ളതാണ്.
ഇതന്നെയല്ലെന്ന് പല ആളുകൾക്കും പറയാനുള്ളത്. കുടുംബ മഹിമ നോക്കി സമ്പത്ത് നോക്കിയിട്ടൊക്കെ കല്യാണം കഴിച്ചതാണ്. പക്ഷേ ദീനില്ലെങ്കിൽ അതെല്ലാം ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, അതേതായിട്ട് ഇങ്ങനെ ഒരാളുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു അനുഭവമുണ്ട്. കേരളത്തിലെ ഏത് മണ്ഡലത്തിലും ഏത് യൂണിറ്റിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് വളരെ നിസാരമായി കൊണ്ട് തീർക്കാൻ നമുക്ക് കഴിയും. എത്ര വലിയ കലഹങ്ങളാണെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ രമ്യതയിൽ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യ എങ്ങാനും പിണങ്ങിയിട്ടാണെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നം വേറില്ല എന്നുള്ളതാണ്. നാട്ടിലെ ഏത് പ്രശ്നം തീർക്കാൻ നമുക്ക് കഴിയും, പക്ഷെ ഭാര്യയായിട്ടുള്ള പ്രശ്നം തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്നറിയോ? ഭാര്യയായിട്ട് നമ്മൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് ബാധിക്കും എന്നുള്ളത്. അന്ന് നമുക്ക് ജോലി ചെയ്യാനൊരു സമാധാനം ഉണ്ടാകില്ല. രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഭാര്യയായിട്ട് ചെറിയൊരു സംസാരം ഉണ്ടായി, ഒരു സൗന്ദര്യ പിണക്കുണ്ടായിട്ടാണ് ജോലിക്ക് പോകണതെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും നമുക്കത് ബാധിക്കും. ഭക്ഷണത്തിന് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാകില്ല, ഒന്ന് നല്ല രൂപത്തിൽ ചിരിക്കാൻ തോന്നില്ല, സന്തോഷിക്കാൻ തോന്നില്ല. 24 മണിക്കൂർ അല്ലെങ്കിൽ ഫുൾ ടൈം എന്ന രൂപത്തിൽ അതിങ്ങനെ ചിന്ത മനസ്സിലേക്ക് വരും. അത് മനുഷ്യൻ്റെ പ്രകൃതിയാൽ തന്നെ ഊട്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യന് സൗഭാഗ്യമുണ്ടാകണമെങ്കിൽ 4 കാര്യങ്ങളാണ്. സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ 4 കാരണങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവന് സൗഭാഗ്യം ഉണ്ടായി. ഞാൻ ഈ പറയാൻ പോണ 4 കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി എണ്ണിയത് എന്താണെന്നറിയോ? അൽ മർഅത്തു സ്വാലിഹ. ഒന്നാമതായി എണ്ണിയത് സ്വാലിഹത്തായ ഒരു പെണ്ണ് എന്നാ. സൗന്ദര്യമുള്ള പെണ്ണ്, അതേപോലെ തന്നെ പണമുള്ള സ്ത്രീ എന്നൊന്നല്ല, സ്വാലിഹത്തായ ഭാര്യ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് സൗഭാഗ്യത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. രണ്ടാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മസ്കനുൽ വാസി, വിശാലമായ താമസ സ്ഥലം. 3 നല്ല അയൽവാസി, 4 നല്ല ഒരു വാഹനം. ഇത് 4 കാര്യങ്ങളും, 1 സ്വാലിഹത്തായ ഭാര്യ, വിശാലമായ ഒരു താമസ സ്ഥലം, നല്ലൊരു വീട്, കുടിസില്ലാത്ത ഒരു നല്ലൊരു വീട്, നല്ല അയൽവാസി, നല്ലൊരു വാഹനം. ഈ 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് സൗഭാഗ്യത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ ദൗർഭാഗ്യത്തിൻ്റെ ലക്ഷണങ്ങളും 4 എണ്ണമാണ്. അതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എണ്ണിയത് ചീത്ത പെണ്ണ് എന്നാണ്. മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമ. ചിലപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാകും, നല്ല കുടുംബ മഹിമുള്ള പെണ്ണായിരിക്കും, നല്ല സമ്പത്തൊക്കെ ഉണ്ടാകും, പക്ഷെ അവരുടെ സ്വഭാവം ശരിയാകൂല. അതൊരു മനുഷ്യൻ്റെ ദൗർഭാഗ്യമാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ചീത്ത അയൽവാസി, 3 ചീത്ത വാഹനം, കുടുസായൊരു വീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും മിൻ അഹ്ലിൽ ജന്ന. സ്വഹാബത്തെ, സ്വർഗത്തിൽപ്പെട്ട സ്ത്രീകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. സ്വർഗത്തിൽ പ്രവേശിക്കാനിരിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് എന്താണെന്നറിയോ? അൽ വദൂദ് അൽ വലൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കാനിരിക്കുന്ന സ്ത്രീയുടെ പ്രത്യേകത, അവൾ വദൂദായിരിക്കും. എന്താ വദൂദ് എന്ന് പറഞ്ഞാൽ? അങ്ങേയറ്റം ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണായിരിക്കും. അറബി ഭാഷയിൽ ഹുബ്ബുൻ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ്. എന്നാൽ വദൂദ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അങ്ങേയറ്റ സ്നേഹം. തൻ്റെ ഭർത്താവിനെ എല്ലാത്തിനേക്കാളും സ്നേഹിക്കുന്നൊരു പെണ്ണ്, അവൾ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. രണ്ടാമതായി പറഞ്ഞത് എന്താണെന്നറിയോ? അൽ വലൂദ്, ധാരാളമായി പ്രസവിക്കുന്ന പെണ്ണ് എന്നുള്ളതാണ്. പ്രസവിക്കുക എന്നുള്ളത് അത് സ്ത്രീകളുടെ ശരീരത്തിൽ അള്ളാഹു നൽകിയ ഒരു ധർമ്മമാണ്. അത് അവസാനിപ്പിക്കാനോ ഇല്ലാതാക്കാനോ വേണ്ട എന്ന് വെക്കാനോ ഒരാൾക്കും അവകാശമില്ല എന്നാണ്. ഇന്ന് ജനങ്ങളുടെ വിചാരം എന്താണെന്നറിയോ? കുട്ടികൾ കുറഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടായി എന്നുള്ളതാണ്. കുട്ടികളുടെ എണ്ണം കുറഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടായി എന്നുള്ളതാണ്. ശരിക്കും നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ഇണക്കാനുള്ള മീഡിയയാണ് മക്കൾ എന്നുള്ളത്. അത് പല ആളുകളും മനസ്സിലാക്കണില്ല. ഭാര്യയും ഭർത്താവും പിണങ്ങിയാൽ അവരെ ഇണക്കാനുള്ള ഒരു മീഡിയയാണ് മക്കള് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് വലിയ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയുന്ന വാദം എന്താണ്? പണ്ട് അവർ പറഞ്ഞിരുന്നു, നാം 1 നമുക്ക് 2 മക്കൾ മതി എന്നുള്ളത്. ഇന്ന് അവർ ആ ചിന്തയൊക്കെ മാറ്റിയിട്ട് അവരിന്ന് പറയാണ്, നാം 1 നമുക്ക് ഒരു കുട്ടി മതി. ഇന്ത്യയെപ്പോലെ 3ാം കിട രാജ്യങ്ങളെ പറഞ്ഞു പറ്റിച്ച വിഷയമാണ് ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. പോപ്പുലേഷനാണ്. ധാരാളമായിക്കൊണ്ട് ആളുകളുടെ എണ്ണം വർദ്ധിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. യഥാർത്ഥത്തിൽ പോപ്പുലേഷൻ കൂടുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഉന്നമനത്തിനുള്ള കാരണമാണ്.
നമ്മൾ നോക്കും ഈ ലോകത്തിൻ്റെ എക്കോസിസ്റ്റത്തിൽ എല്ലാം അധികരിപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. സസ്യങ്ങളാണെങ്കിലും ജീവികളാണെങ്കിലും കന്നുകാലികളാണെങ്കിലും എല്ലാം അധികരിക്കണം. ഒന്നും നശിച്ചു പോകാൻ ആരും ആഗ്രഹിക്കണില്ല. എല്ലാം അധികരിക്കാൻ, എല്ലാം കൂടുതൽ ഉണ്ടാകാനാണ് ഇന്ന് ലോകത്ത് ആളുകളെല്ലാം പരിശ്രമിക്കണത്. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർ പറയാണ് മനുഷ്യന്മാർ മാത്രം കൂടാൻ പാടില്ല, അത് കുറയണം. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒരു മാൾത്തൂസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് വന്ന ഒരു ചിന്തയാണ്. അയാൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, മനുഷ്യന്മാരിങ്ങനെ കൂടിയാൽ പിന്നെ ലോകത്ത് ജീവിക്കാൻ സ്ഥലം ഉണ്ടാകൂല, അതുകൊണ്ട് എന്ത് ചെയ്യണം? ആളുകളുടെ എണ്ണം കുറക്കണം. അതേ വാദമാണ് ഇന്ന് മൂന്നാംകിട രാജ്യമായ ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങൾ ഇന്നും തുടർത്തി കൊണ്ടുപോകുന്നത്. എന്നാൽ ഒന്നാംകിട രാജ്യമായ യൂറോപ്യൻ രാജ്യങ്ങൾ അവർ ആ ചിന്തയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അവരിന്ന് ഗ്രേറ്റ് ഫാദേഴ്സ് അവാർഡും ഗ്രേറ്റ് മദേഴ്സ് അവാർഡും കൊടുക്കുകയാണ്. ഈ ഗ്രേറ്റ് ഫാദേഴ്സ് അവാർഡ് ആർക്കാണെന്നറിയോ? ഏറ്റവും കൂടുതൽ മക്കളുള്ള വാപ്പാക്ക് നൽകുന്ന അവാർഡാണ് ഗ്രേറ്റ് ഫാദേഴ്സ് അവാർഡ്. ഏറ്റവും കൂടുതൽ മക്കളുള്ള ഉമ്മാക്ക് നൽകുന്ന അവാർഡാണ് ഗ്രേറ്റ് മദേഴ്സ് അവാർഡ്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അവർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗീയ സ്ത്രീകളുടെ പ്രത്യേകത അവർ തൻ്റെ ഭർത്താവിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവളാണ്, അതേപോലെ തന്നെ ധാരാളം പ്രസവിക്കുന്നവളാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീ സ്വാലിഹത്തായ ഭാര്യ ആകണമെങ്കിൽ 5 കാര്യങ്ങളുണ്ട്. ഞാൻ ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു സ്ത്രീ സ്വാലിഹത്തായ ഭാര്യ ആകണമെങ്കിൽ 5 കാര്യങ്ങൾ, ഈ 5 വിഷയങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് തൻ്റെ ഭർത്താവിനെ അനുസരിക്കണം എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശരിക്കും ശ്രദ്ധിക്കണം ഈ ഹദീസ്, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 വഖത്ത് നിസ്കരിച്ചാൽ, കൃത്യമായിക്കൊണ്ട് 5 വഖത്ത് നിസ്കരിച്ചാൽ, വസാമത്ത് ഷഹ്റഹ, അതേപോലെ തന്നെ അവൾ നോമ്പ് അനുഷ്ഠിച്ചാൽ, റമദാൻ മാസത്തിൽ വാജിബായ നോമ്പ് അവൾ അനുഷ്ഠിച്ചാൽ, വഹസ്സനത്ത് ഫർജഹ, അവളുടെ ഗുഹ്യാവയവം അവൾ സൂക്ഷിച്ച് സംരക്ഷിച്ചാൽ, വഅതാഅത്ത് സൗജഹ, അതാ നമ്മുടെ വിഷയം, ഭർത്താവിനനുസരിച്ചാൽ. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, 5 വഖത്ത് നിസ്കരിക്കുക. 2, അതേപോലെ തന്നെ അവൾ നോമ്പ് നോക്കുക. 3, അവളുടെ ഗുഹ്യാവയവം അവൾ സൂക്ഷിച്ച് സംരക്ഷിക്കുക. 4, തൻ്റെ ഭർത്താവിനനുസരിക്കുക. ഇത് അവൾ ചെയ്താൽ അവരോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരുടെ സ്വർഗ്ഗത്തിൽ പറയും, ദുഖുലി അൽ ജന്നതി മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, നിനക്ക് സ്വർഗ്ഗത്തിൽ ഏതാണ് ഇഷ്ടപ്പെട്ട വാതിൽ, ആ വാതിലിലൂടെ നീ കയറിക്കൊള്ളുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്നറിയോ? ഇത് പുരുഷന്മാരോട് പറഞ്ഞിട്ടില്ല. ഇത് പുരുഷന്മാർ, ഈ 4 കാര്യങ്ങൾ പുരുഷന്മാരോടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നാളെ സ്വർഗത്തിൽ പറയുമെന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? പുരുഷന്മാരോട് പറഞ്ഞിട്ടില്ല. ഈ ഓഫർ ആർക്ക് മാത്രമേ ഉള്ളൂ? സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. കൃത്യമായി നിസ്കരിക്കുക, നോമ്പ് നോക്കുക, അവരുടെ ലൈംഗിക അവയവം സൂക്ഷിച്ച് സംരക്ഷിക്കുക, തൻ്റെ ഭർത്താവിനനുസരിക്കുക. അപ്പോൾ ഒന്നാമതായിക്കൊണ്ട് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് പിന്നെ ഭർത്താവിനെ പരിപൂർണമായും അനുസരിക്കുക എന്നുള്ളതാണ്. മഹാനായ ഇമാം ഷാബിയും അതേപോലെ തന്നെ ഖാദി ശുറൈഹും തമ്മിലുള്ള മനോഹരമായ ഒരു കഥ ഉണ്ട്. ഇമാം ഷാബി ഖാദി ശുറൈഹിനോട് ചോദിക്കുന്നുണ്ട്, അൻഹാലിഹി ഫി ബൈത്തിഹി, ഖാദി ശുറൈഹിനോട് ചോദിക്കണം, നിങ്ങളുടെ വീട്ടിലെ വർത്താനം എന്തൊക്കെയാണ്, ഭാര്യയായിട്ടുള്ള കുടുംബജീവിതം എങ്ങനെയുണ്ട്? അപ്പോൾ ഖാദി ശുറൈഹ് പറയാണ്, മിൻ 20 കൊല്ലമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ ഇന്നേവരെ എന്നെ കോപിക്കുന്ന ഒരൊറ്റ പ്രവർത്തനം പോലും അവളിൽ നിന്നുണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. 20 കൊല്ലമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ എനിക്ക് വെറുപ്പുണ്ടാക്കുന്ന, എനിക്ക് കോപമുണ്ടാക്കുന്ന ഒരൊറ്റ പ്രവർത്തനം പോലും അവളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇമാം ഷാബിക്ക് അത്ഭുതം, എങ്ങനെയാണത് സംഭവിക്കണത്? അപ്പോൾ ഖാദി ശുറൈഹ് പറയാണ്, ഞാൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം, ആദ്യത്തെ രാത്രി ഞാൻ അവളിലേക്ക് ചെന്നു, റഅയ്തു ഫീഹാ ഹസനൻ വജമാലൻ നാദിറൻ, ഏറ്റവും നല്ല ഭംഗിയുള്ള പെണ്ണാണ് എൻ്റെ ഭാര്യ. ഞാൻ അവരെ ഏറ്റവും നല്ല ഭംഗിയുള്ള അവസ്ഥയിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് റബ്ബിനോട് ശുക്ർ കാണിക്കാൻ തോന്നി. ഞാൻ നേരെ പോയി വുളു ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചു. കാരണം ഇത്രത്തോളം ഭംഗിയുള്ള ഒരു ഭാര്യനല്ലേ എനിക്ക് നൽകിയത്, അതിന് നന്ദി കാണിക്കാൻ വേണ്ടി വുളു ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? 2 റക്അത്ത് നിസ്കരിച്ചു. അദ്ദേഹം പറയാണ്, ഫലമ്മാ സല്ലംതു മിൻ സലാത്തി, ഞാൻ എൻ്റെ നിസ്കാരത്തിൽ സലാം വീട്ടി പുറകിലേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും നിസ്കരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ അത് വല്ലാത്ത സന്തോഷം ഉണ്ടായി. ഞാൻ അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല, എൻ്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ സലാം വിട്ടിയിട്ട് അദ്ദേഹം പറയാണ്, കുന്തു ഇലൈഹ, ഞാൻ അവളിലേക്ക് ഇങ്ങനെ ചെന്ന സമയത്ത് അവൾ പറയാണ്, അൽ അലിസ്ലിക യാ അബാ ഉമയ്യ, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഭർത്താവിനോട് പറയാണ്, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്നിട്ട് ഭാര്യ ഹംദും സലാത്തൊക്കെ ചൊല്ലി, കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി കേട്ടോ. എന്നിട്ട് പറയാണ്, ഹംദും സലാത്തിനൊക്കെ ശേഷം ഭാര്യ പറയാണ്, ഇന്നി ഇംറഅത്തുൻ ഗരീബത്തുൻ അൻക, ഞാൻ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പെണ്ണാണ്. അഥവാ എൻ്റെ സ്വഭാവമോ എൻ്റെ ഇഷ്ടങ്ങളോ എൻ്റെ അനിഷ്ടങ്ങളോ ഒന്നും നിങ്ങൾക്കറിയില്ല. ഇന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ.
ഞാൻ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത പെണ്ണാണ്. ലായിൽ മലീബി അഖ്ലാഖിക, നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും, നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും, ഞാൻ അതെൻ്റെ ജീവിതത്തിൽ പകർത്തിക്കോളാം. അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. ഞാൻ അവളുടെ അരികിലേക്ക് ചെന്ന് ഹംദും സ്വലാത്തും പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ പറഞ്ഞ ഈ വാക്കില്ലേ അത് ഏറ്റവും നല്ല സംസാരമാണ്, നീ അത് തുടർത്തുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു കഥ അവ കഥ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വെറുപ്പുണ്ട് എന്ന രൂപത്തിലൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരും ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട വാക്കാണ്. എന്നിട്ട് ഖാദി ശുറൈഹ് പറയാണ്, വമാ റഅയ്ത മിൻ ഹസനത്തിൻ ഫൻശരീഹ വമാ റഅയ്ത മിൻ സയ്യിഅത്തിൻ ഫസ്തരീഹ, എന്നിൽ നല്ല ഒരു കാര്യം നീ കണ്ടാൽ അത് നീ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പ്രചരിപ്പിക്കണം. നിനക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നീ കണ്ടാൽ എന്ത് ചെയ്യണം, അത് മറ്റുള്ള മുമ്പിൽ നീ പ്രചരിപ്പിക്കണം. എന്നിൽ എന്തെങ്കിലും മോശപ്പെട്ട പ്രവർത്തനം നീ കണ്ടാലോ അത് നീ മറച്ചു വെക്കണം, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ എന്ത് ചെയ്യരുത്, പരസ്യപ്പെടുത്തരുത് എന്നുള്ളതാണ്. അദ്ദേഹം പറയാണ്, അത് ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം 20 കൊല്ലമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ എനിക്ക് വെറുപ്പുള്ള ഒരൊറ്റ കാര്യം പോലും അവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഖാദി ശുറൈഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ? നമ്മൾ ഭാര്യയും ഭർത്താവൊക്കെ പിണങ്ങുന്ന സമയത്ത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്, ചെറിയ പിണക്കങ്ങളും സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ പിണങ്ങുന്ന സമയത്ത് ഭർത്താവ് ഭാര്യൻ്റെ കുറ്റങ്ങൾ ഒരിക്കലും മറ്റുള്ള ആളുകളോട് പറയരുത്, ഭാര്യ ഭർത്താവിൻ്റെ കുറ്റങ്ങളും എന്ത് ചെയ്യരുത്, മറ്റുള്ള ആളുകളോട് പറയരുത്. നമ്മൾ അതൊക്കെ മറന്ന് നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴും ഈ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത ആളുകളില്ലേ, അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകും, നിങ്ങൾ എത്ര നല്ല ജീവിച്ചാലും നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, അവൾ ആരാന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഭർത്താവ് ഭാര്യൻ്റെയോ ഭാര്യ ഭർത്താവിൻ്റെയോ കുറ്റങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഒന്നാമതായി ഒരു ഭാര്യ നല്ലവളാകണമെങ്കിൽ, സ്വാലിഹത്തായ ഇണയാകണമെങ്കിൽ തൻ്റെ ഭർത്താവിനെ അനുസരിക്കണം. 2, ഭർത്താവിനോട് നന്ദി കാണിക്കണം. അള്ളാഹിൻ്റെ റസൂല് പറയാണ്, ലാ യൻദുറുല്ലാഹു തബാറക വ തആല, അള്ളാഹു ഒരു പെണ്ണിലേക്ക് നോക്കൂല, ഒരു സ്ത്രീയിലേക്ക് അള്ളാഹു നോക്കൂല. അള്ളാഹു നാളെ നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ അവസ്ഥ എന്താ നാളെ പരലോകത്ത്? എന്താണ് ആ പെണ്ണിൻ്റെ പ്രത്യേകത? ഇലാ ഇംറഅത്തിൻ ലാ തശ്കുറു ലിസൗജിഹാ, തൻ്റെ ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത പെണ്ണിനെ അള്ളാഹു നോക്കൂല എന്നുള്ളതാണ്. നാളെ പരലോകത്ത് ഒരു പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും വലിയ നിന്ദതയാണ്. എല്ലാം ഉണ്ടാവും ചിലപ്പോൾ അവളുടെ കയ്യിൽ, പക്ഷേ തൻ്റെ ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത പെണ്ണിനോട് അള്ളാഹു നാളെ നോക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. 3-മത്തത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ അന്യരെ വീട്ടിലേക്ക് വിളിക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ അനുവാദം വേണം ഒരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യഹില്ലു ലിൽ മർഅതി അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നി, ഒരാൾ ഭർത്താവ് സ്ഥലത്തുണ്ടായിരിക്കുക അദ്ദേഹത്തിൻ്റെ അനുവാദമല്ലാതെ ഒരു ഭാര്യ സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ ഭാര്യ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ സുന്നത്ത് നോമ്പ്, ഫർദ് നോമ്പല്ല, സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ അനുവാദം ചോദിച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ. 2-മതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാ തഅ്സന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിൻ്റെ അനുമതി കൂടാതെ അന്യർക്ക് വീട്ടിൽ പ്രവേശനം കൊടുക്കാനും പാടില്ല. ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ന് അധിക കുടുംബങ്ങളും തകരാനുള്ള കാരണം എന്താണെന്നറിയോ? അവിഹിത ബന്ധങ്ങളാണ്. അവിഹിത ബന്ധങ്ങളാണ് ഇന്ന് അധിക കുടുംബങ്ങളും തകരാനുള്ള കാരണം. സാധാരണ ആളുകൾ പറയാറുണ്ട്, രാത്രി എല്ലാ ലൈറ്റും അണയാത്ത ഒരു നീല സ്ക്രീനിലെ ലൈറ്റാണ് കുടുംബത്തിൻ്റെ വെളിച്ചം തകർക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അവിഹിത ബന്ധങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ഒരാളെ തൻ്റെ വീട്ടിലേക്ക് ഭാര്യ കയറ്റാൻ പാടില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഭർത്താവ് ഉണ്ടായിരിക്കെ ഒരു അന്യ പുരുഷൻ വീട്ടിലേക്ക് വരുമ്പോൾ ഏത് രൂപത്തിലാണോ ഭാര്യ സംസാരിക്കണത് അതേപോലെ ആയിരിക്കണം ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അന്യ പുരുഷന്മാർ വരുമ്പോൾ ഭാര്യ സംസാരിക്കേണ്ടത്. ഇപ്പോൾ വീട്ടിലേക്ക് പാല് കൊണ്ടുവരുന്ന പാൽക്കാരനാകട്ടെ, പത്രമിടാൻ വരുന്ന പത്രക്കാരനാകട്ടെ, മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന ഓട്ടോ ഡ്രൈവർ ആകട്ടെ, ഭർത്താവിൻ്റെ കൂട്ടുകാരാകട്ടെ, ഭർത്താവിൻ്റെ കുടുംബക്കാരാകട്ടെ, അയൽവാസികളാകട്ടെ, ആരാകട്ടെ തൻ്റെ ഭർത്താവ് വീട്ടിലുണ്ടാകുന്ന സമയത്ത് അന്യ പുരുഷന്മാർ വരുമ്പോൾ ഭാര്യ ഏത് രൂപത്തിലാണോ സംസാരിക്കണത് അതേപോലെ ആയിരിക്കണം തൻ്റെ ഭർത്താവില്ലാത്ത സമയത്തും അന്യ പുരുഷന്മാർ വരുമ്പോൾ ഭാര്യ സംസാരിക്കേണ്ടത് എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. 4-മതെന്തായി മനസ്സിലാക്കേണ്ട വിഷയം എന്തെന്നറിയോ? ഭർത്താവിൻ്റെ ആവശ്യ പൂർത്തീകരണം നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, ഒരു ഭർത്താവ് തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി തൻ്റെ വിരിപ്പിലേക്ക് ഭാര്യയെ ക്ഷണിച്ചു.
ന്യായം കൂടാതെ മതിയായ കാരണങ്ങളൊന്നുമില്ലാതെ അവൾ അത് നിരസിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിറ്റേ ദിവസം സുബഹിൻ പ്രഭാതം വരെ മലക്കുകൾ അവളെ ശപിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം എന്ത് ചെയ്യണം? പ്രത്യേകം ഗൗരവത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ വിഷയം, ഭർത്താവിന് വേണ്ടി ഭാര്യ അണിഞ്ഞൊരുങ്ങണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ല ഉഹിബ്ബു അൻ അതസയ്യന ലിൽ മർഅതി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഏതുപോലെ? കമാ ഉഹിബ്ബു അൻ തതസയ്യന ലിൽ മർഅതി, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ഇഷ്ടപ്പെടുന്നത് പോലെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട 5 വിഷയങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ ഗൗരവത്തിലാണ് ഇത്തരം വിഷയങ്ങൾ നാം ആലോചിക്കേണ്ടത്. ഭാര്യ എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദുനിയാ മതാഉൻ, ദുനിയാവെന്ന് പറഞ്ഞാൽ ധാരാളം വിഭവങ്ങളുള്ളതാണ്. എന്നാൽ ആ വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വിഭവം ഏതാണ്? അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യ എന്നുള്ളതാണ്. ഒരു സ്വാലിഹത്തായ പെണ്ണ് ഒരാളുടെ ഭാര്യയായിട്ടുണ്ടെങ്കിൽ അവന് ദുനിയാവിലെ എല്ലാ വിഭവങ്ങളും ലഭിച്ചവനെ പോലെ എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ വളരെ ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഭാര്യമാർക്ക് എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ തസ്കിയത്ത് കൊടുക്കണം. ഈ രൂപത്തിൽ എന്ത് ചെയ്യണം? അവർക്ക് തസ്കിയത്ത് നമ്മൾ നൽകണം. ഞാൻ പറഞ്ഞില്ല, അധിക കുടുംബങ്ങളും തകരാനുള്ള കാരണം അവിഹിത ബന്ധങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ തൻ്റെ നാവിനെയും ഗുഹ്യാവയവത്തെയും സൂക്ഷിച്ച് സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ അവൻ സ്വർഗ്ഗം ഞാൻ ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. ഒരു ഭാര്യൻ്റെ മനസ്സിൽ തൻ്റെ ഭർത്താവല്ലാതെ അന്യൊരു പുരുഷൻ മനസ്സിലുണ്ടെങ്കിൽ, ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ തൻ്റെ ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണ് അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതം തകർന്നു. എന്തെന്നെ ഉണ്ടായാലും, വലിയ സമ്പത്തുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, ആ കുടുംബജീവിതം തീർന്നു, അത് തകർന്നു എന്നാണ് നാം അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം വിഷയങ്ങൾ തമാശയല്ല, ഇത് തമാശയല്ല. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് നാം ശ്രദ്ധ കാണിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിനോടുള്ള കടമകൾ എന്ത് ചെയ്യരുത്? സഹോദരിമാരെ, നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ അനുവാദം നൽകുമായിരുന്നെങ്കിൽ, ഇസ്ലാം അനുവാദം നൽകുക ആർക്കാണ്? ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനാണ്. അഥവാ സൃഷ്ടികൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? സുജൂദ് ചെയ്യാൻ പാടില്ല. ഓരോ സൃഷ്ടിയും സുജൂദ് ചെയ്യേണ്ടത് സൃഷ്ടാവിൻ്റെ മുമ്പിലായിരിക്കണം. എന്നാൽ സൃഷ്ടികൾക്ക് മറ്റൊരു സൃഷ്ടിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇസ്ലാം എങ്ങാനും അനുവാദം നൽകുമായിരുന്നെങ്കിൽ അനുവാദം നൽകുക ആർക്കാണ്? ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യാനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സ്വാലിഹത്തായ ഒരു ഇണ എന്നുള്ളത്, ഒരു ഭാര്യ എന്നുള്ളത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതം അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിലുള്ള മനോഹരമാക്കി തരുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.